last topic given to us is the communication between the husband and wife. ഇന്നത്തെ അവസാനത്തെ വിഷയം എന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആശയവിനിമയം എന്നുള്ളതാണ്. Now when we think of communication, നാം ആശയവിനിമയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ why should we communicate? എന്തുകൊണ്ട് നാം ആശയവിനിമയം നടത്തണം? Is there a difference in our communication than the rest of the creations of God? ദൈവത്തിന്റെ മറ്റ് സൃഷ്ടികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ആശയവിനിമയത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? Now primarily we see in Genesis chapter 1 verse 26-27 that we are created to communicate. ഉൽപ്പത്തി പുസ്തകം 1:26 മുതൽ 27 വാക്യങ്ങളിൽ നാം പ്രാഥമികമായിട്ട് കാണുന്നത് നാം പരസ്പരം ആശയവിനിമയം ചെയ്യുന്നതിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. Because God is a God who is communicating. He is a communicating God. ആശയവിനിമയം നടത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. And man is created in his own image and likeness. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. So we are created in such a way that we can communicate. നമുക്ക് ഈ ആശയവിനിമയം ചെയ്യുവാൻ കഴിവുള്ള വിധത്തിലാണ് നമ്മെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. God created male and female so that they would communicate. ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായിട്ട് സൃഷ്ടിച്ചു. അവർക്ക് തമ്മിൽ ആശയവിനിമയം ചെയ്യുവാനുള്ള കഴിവ് കൊടുത്തു. So communication is the intended purpose, one of the purposes by which God has created us. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ഒരു ഉദ്ദേശമാണ് ഈ പരസ്പരം ആശയവിനിമയം ചെയ്യുക എന്നുള്ളത്. Secondly, when we think about why we should communicate, രണ്ടാമതായിട്ട് എന്തുകൊണ്ട് നാം ഇങ്ങനെ ആശയവിനിമയം ചെയ്യണം എന്ന് ചിന്തിച്ചാൽ, we are, or the husband-wife relationship is the picture of Christ-church relationship. ഈ ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെയാണ് കാണിക്കുന്നത്. There is always a communication between the church and Christ. എപ്പോഴും സഭയും ക്രിസ്തുവും തമ്മിൽ ഒരു ആശയവിനിമയം നടത്തുന്നുണ്ട്. That picture should be shown forth through the families. അത് ആ ചിത്രം കുടുംബത്തിലൂടെ കാണേണ്ടതാണ്. So constant communication is required to develop an intimate relationship. ഊഷ്മളമായ ഒരു ബന്ധം നടക്കുന്നതിന് വേണ്ടി ആ നിലയിലുള്ള നിരന്തരമായിട്ടുള്ള ആശയവിനിമയത്തിന്റെ ആവശ്യമുണ്ട്. Breakdown in communication causes damage to relationship. ഈ ആശയവിനിമയം നിന്നു പോകുമ്പോൾ ആ ബന്ധത്തിന് ഉലച്ചിലുണ്ടാകുന്നു. And breakdown in communication sends a wrong message to the outside world. ആ നിലയിലുള്ള പ്രശ്നങ്ങൾ മറ്റാളുകൾ കാണുമ്പോൾ അത് തെറ്റായ ഒരു സന്ദേശമാണ് നാം അവരിലേക്ക് നൽകുന്നത്. So we are always intended to communicate. നാം എപ്പോഴും നാം ആശയവിനിമയം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളവരാണ്. I remember once we were traveling in the train. ഒരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ And myself and my wife, we were sitting on one side and there is a lady on the other side. സഹോദരനും ഭാര്യയും ഒരു ഭാഗത്തിരുന്നു, മറ്റൊരു സ്ത്രീ അതിന് ഓപ്പോസിറ്റ് ഇരുന്നു. And another man was sitting opposite her. അതിനെതിരായിട്ട് മറ്റൊരു വ്യക്തിയും ഇരുന്നിരുന്നു. And this lady, we were traveling for about 6-7 hours. ഏകദേശം 6-7 മണിക്കൂർ ഞങ്ങൾ യാത്ര ചെയ്യുകയായിരുന്നു. All through these 7 hours, this lady was not talking or opening her mouth, sitting by herself. ഈ യാത്ര ചെയ്യുന്ന സമയം മുഴുവനും ഈ സ്ത്രീ ആ ഭർത്താവുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. And we were thinking maybe she's irritated with the man who is sitting in front. ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചു ഒരുപക്ഷെ ഈ മനുഷ്യനുമായിട്ട് എന്തെങ്കിലും ഇറിറ്റേഷൻ അങ്ങനെ ഇരിക്കുന്നതെന്ന്. And finally when the destination came, അതിന്റെ ഇറങ്ങേണ്ട സ്ഥലത്ത് എത്തിയപ്പോൾ this man got up to call the baggages, she also got up and both of them walked out together. ഈ രണ്ടുപേരും അവരുടെ സാധനങ്ങൾ എടുത്തുകൊണ്ട് അവർ ഇറങ്ങേണ്ട സ്ഥാനത്ത് ഇറങ്ങി. Then only we realized they were husband and wife. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അവർ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന്. But it's a rare ability for a husband and wife not to talk for 7 hours together. 7 മണിക്കൂർ ഒരു ഭാര്യയും ഭർത്താവും സംസാരിക്കാതിരിക്കുന്നത് ഒരു വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ്. It sends a wrong message to the world. അത് ലോകത്തിനൊരു തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. So we need to communicate. അതുകൊണ്ട് നാം ആശയവിനിമയം ചെയ്തേ മതിയാകുകയുള്ളൂ. When we think of communication, നാം ആശയവിനിമയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ what's involved in communication? അതിനകത്ത് എന്തെല്ലാമാണ് അടങ്ങിയിരിക്കുന്നത്? I remember the story of 2 people. ഞാൻ 2 വ്യക്തികളുടെ ഒരു കഥ ഞാൻ ഇങ്ങനെ ഓർക്കുന്നു. 2 old friends, very elderly people. 2 പ്രായമുള്ള പഴയ സ്നേഹിതന്മാർ. After so many days they met one another. They were on the road when they were walking. വളരെ നാളുകൾക്ക് ശേഷം അവർ നടന്നു പോകുമ്പോൾ റോഡിൽ വെച്ച് പരസ്പരം കണ്ടുമുട്ടുന്നു. So one person asked the other man like this. ഒരു വ്യക്തി മറ്റേയാളോട് ഇങ്ങനെ ചോദിച്ചു, "Hey, are you going to the market?" നിങ്ങൾ മാർക്കറ്റിലേക്ക് പോവുകയാണോ? The other man said, "No, I'm just going to the market." മറ്റേ വ്യക്തി പറഞ്ഞു, ഇല്ല ഞാൻ മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. So this man said, "Oh, I'm sorry, I thought you were going to the market." മറ്റേയാൾ പറഞ്ഞു, ഓക്കെ ക്ഷമിക്കണം, ഞാൻ വിചാരിച്ചു നീ മാർക്കറ്റിലോട്ടാ പോകുന്നതെന്ന്. Now what's the problem there? അവിടെ എന്താണ് പ്രശ്നം? Both of them spoke. 2 പേരും വർത്താനം പറഞ്ഞു.
But the communication is not complete. എന്നാൽ ആ ആശയവിനിമയം പരിപൂർണമായിരുന്നില്ല. So when we think of communication, there are very important aspects that are involved in the communication. നാം ആശയവിനിമയത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചില ഘടകങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് ഓർക്കേണ്ടതുണ്ട്. The first thing is conveying. ആദ്യത്തെ കാര്യം അത് അറിയിക്കുക എന്നുള്ളതാണ്. Or the process of sending the message across to the other person. മറ്റൊരാളിലേക്ക് ആ സന്ദേശം അയക്കുന്ന ആ പ്രക്രിയ. Your intention or your feeling should be sent. അവരുടെ ഉദ്ദേശങ്ങളോ അല്ലെങ്കിൽ വികാരങ്ങളോ മറ്റുള്ള ആളിലേക്ക് അറിയിക്കുക. It may be by way of talking or some signs or writing, whatever way. അതൊരു പക്ഷേ എഴുത്ത് മുഖാന്തരമോ അല്ലെങ്കിൽ വർത്തമാനം പറയുന്നത് മുഖാന്തരമോ അല്ലെങ്കിൽ ആംഗ്യം കാണിക്കുന്ന വിധയോ ആ നിലയിൽ എന്തും ആയിക്കൊള്ളാം. So first you have to convey your intention, your feeling to the other person. ആദ്യമായിട്ട് നമ്മുടെ ഉദ്ദേശം അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങൾ മറ്റാളെ അറിയിക്കേണ്ടത് ആവശ്യമാണ്. But the second step is receiving. രണ്ടാമത്തെ പടി എന്ന് പറയുന്നത് ഈ ലഭിച്ച ഈ സന്ദേശത്തെ സ്വീകരിക്കുക എന്നുള്ളതാണ്. The other person must be able to receive the message, understand that. ഈ അറിയിച്ച കാര്യങ്ങളെ വേണ്ട വിധത്തിൽ സ്വീകരിക്കുവാൻ മറ്റേ വ്യക്തിക്ക് ഇടയാകേണ്ടതുണ്ട്. So receiving is the process of intake of the conveyed message. ഈ അറിയിച്ചിട്ടുള്ള ആ ആശയങ്ങളെ അത് സ്വീകരിക്കുന്ന പ്രക്രിയക്കാണ് ഇത് ഇവിടെ കാണുന്നത്. It may be by listening, അതൊരു പക്ഷേ അത് ശ്രദ്ധിക്കുന്നത് മുഖാന്തരമായിരിക്കാം, or watching, അല്ലെങ്കിൽ നോക്കുന്നത് മുഖാന്തരമായിരിക്കാം, അല്ലെങ്കിൽ വായിക്കുന്നത് മുഖാന്തരമായിരിക്കാം. But you have to receive that message what is communicated. ഏത് വിധേനയാണെങ്കിലും ഈ അറിയിക്കപ്പെട്ട ആ സന്ദേശത്തെ താൻ സ്വീകരിക്കേണ്ടതുണ്ട്. Thirdly, മൂന്നാമതായിട്ട് it is grasping. അത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കുക. So what is heard or listened must be understood, grasped. ഈ മനസ്സിലാക്കിയ കാര്യങ്ങളെ ഈ സ്വീകരിച്ച കാര്യങ്ങളെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. Somehow you need to know what he or she is trying to tell me. മറ്റേ ഒരാൾ എന്താണ് നമ്മെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നുള്ള ആ കാര്യത്തെ അതിൻ്റെതായിട്ടുള്ള അർത്ഥത്തിൽ നാം മനസ്സിലാക്കുക. What is the intention behind this communication? ആ സന്ദേശത്തിന്റെ ആ ആശയവിനിമയത്തിന്റെ ഉദ്ദേശം എന്താണ്? Why did he tell this now? ഈ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അവർ എന്നോട് പറഞ്ഞത്? So I need to understand that. അത് വേണ്ട വിധത്തിൽ ഞാൻ മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട്. It may be by analyzing the statement, ഒരു പക്ഷേ ആ പറഞ്ഞ കാര്യങ്ങളെ അപഗ്രഥിച്ചു നോക്കുകയായിരിക്കാം, evaluating that statement, വിശകലനം ചെയ്ത് നോക്കുകയായിരിക്കാം, reasoning that statement, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിവേചിച്ചു നോക്കുകയായിരിക്കാം. So grasping, even then the communication is not complete. ഈ മനസ്സിലാക്കുന്നത് വെച്ച് അവിടെ കൊണ്ട് ഈ ആശയവിനിമയം അവസാനിക്കുന്നില്ല. The final step is reciprocating. അതിന്റെ അവസാനത്തെ പടി എന്ന് പറയുന്നത് അതിനോടുള്ള പ്രതികരണമാണ്. That is to reply, send a reply. അതിനുള്ള ഒരു മറുപടി, വേണ്ട വിധത്തിലുള്ള മറുപടി നൽകുക എന്നത്. The other person should understand, yes, she got the message or he got the message. ഈ ആദ്യത്തെ ആൾക്ക് മനസ്സിലാകണം, ഞാൻ പറഞ്ഞ ആ കാര്യങ്ങളുടെ സന്ദേശം വേണ്ട വിധത്തിൽ ഈ വ്യക്തി മനസ്സിലാക്കി എന്ന്. So when all these things are completed, then only we can say the communication is complete. ഈ കാര്യങ്ങളൊക്കെ അതിൻ്റെതായിട്ടുള്ള ക്രമത്തിൽ പൂർണ്ണമായെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഒരു ആശയവിനിമയം നടന്നു എന്ന് പറയുവാൻ കഴിയുകയുള്ളൂ. So the message is communicated. അതുകൊണ്ട് ആ സന്ദേശം അവിടെ അറിയിക്കപ്പെട്ടു കഴിഞ്ഞു. I receive, എനിക്കത് ലഭിച്ചു, I understand, ഞാനത് മനസ്സിലാക്കി, then I reciprocate, I respond to that. ഞാൻ അതിന് വേണ്ട വിധത്തിൽ പ്രതികരിക്കുകയും ചെയ്തു. Now in the proper communication, ശരിയായിട്ടുള്ള ഈ ആശയവിനിമയത്തിൽ there are certain prerequisites for effective communication. ഉത്തമമായിട്ടുള്ള ഈ ആശയവിനിമയത്തിന് ചില ഘടകങ്ങൾ നേരത്തെ ആവശ്യമായിട്ടുള്ളതുണ്ട്. One is a familiar mode. അത് പരിചിതമായിട്ടുള്ള ഒരു മാർഗം വേണം. Every communication, especially when we think about between the husband and wife, there has to be a familiar mode for that. ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആ സംസാരത്തിൽ പ്രത്യേകിച്ച് അവർക്ക് തമ്മിൽ മനസ്സിലാകുന്ന ഒരു ആശയവിനിമയ രീതി ആവശ്യമുണ്ട്. There are certain modes which is exclusively private between the husband and wife. No one else will understand that. ചില രീതികൾ മറ്റാർക്കും മനസ്സിലാകില്ല, എന്നാൽ ഭാര്യ ഭർത്താക്കന്മാർ മാത്രം അവർക്ക് പരസ്പരം മനസ്സിലാക്കുന്നതാണ് ചില രീതി. It may be a sign, അതൊരു പക്ഷേ ആംഗ്യവിക്ഷേപമായിരിക്കാം, a language, ചിലപ്പോൾ ചില ഭാഷയായിരിക്കാം, any other mode which is very familiar between the husband and wife. അല്ല അതേപോലുള്ള ഏതൊരു രീതി ആയിക്കൊള്ളട്ടെ, അത് അവർക്ക് തമ്മിൽ പരസ്പരം മാത്രം മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. But there has to be a familiar mode. എന്നാൽ അവർക്ക് തമ്മിൽ മനസ്സിലാക്കുന്ന ആ നിലയിലുള്ള ഒരു രീതി ആവശ്യമുണ്ട്. Then only that communication will be completed. എന്നാൽ ആ നിലയിലാണെങ്കിൽ മാത്രമേ ആ ആശയവിനിമയം പൂർണ്ണമാകുകയുള്ളൂ. Maybe over the period of years you have developed your own
way of ഒരു communicating പക്ഷേ things. വർഷങ്ങളുടെ പരിചയം മുഖാന്തരം നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടേതായിട്ടുള്ള നിലയിലുള്ള ഒരു ആശയവിനിമയ രീതി നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത് കാണും. Maybe just a look communicates what he is trying to tell, what she is trying to ഒരു say. പക്ഷേ ഒരു നോട്ടം കൊണ്ട് വേണ്ട ആശയം വിനിമയം ചെയ്ത് കാണും. But it must be a familiar mode. അത് പക്ഷേ അത് രണ്ടുപേർക്കും പരിചയമുള്ള ഒരു രീതിയിലായിരിക്കണം. Secondly, an access to communicate or an unrestricted communication access. രണ്ടാമതായിട്ട് ഈ ആശയവിനിമയത്തിന് തടസ്സമില്ലാത്ത ഒരവസ്ഥ, യാതൊരു പരിധികളും ഇല്ലാത്ത ഒരവസ്ഥ വേണം. There should not be a barrier in communicating to one another. പരസ്പരം ആശയവിനിമയം ചെയ്യുന്നതിന് യാതൊരു മതിലോ തടസ്സമോ വേലിയോ ഉണ്ടാകുവാൻ പാടില്ല. That means when I want to tell something to my wife, she should be able to, or I should have an access to share whatever is on my heart. എന്റെ മനസ്സിലുള്ള എന്ത് കാര്യമായിക്കൊള്ളട്ടെ അത് എനിക്ക് എന്റെ ഭാര്യയോട് പറയണമെന്നുണ്ടെങ്കിൽ അത് ഏത് സമയത്തും എങ്ങനെയും പറയുവാനുള്ള ഒരു പരിധിയില്ലാത്ത ഒരു സ്വാതന്ത്ര്യം എനിക്ക് അവിടെ ഉണ്ടായിരിക്കണം. Or she should have that access towards me. അതേ നിലയിലുള്ള ഒരു ആക്സസ് എന്നിലും ആ ഭാര്യയ്ക്ക് ഉണ്ടായിരിക്കണം. In the initial years of marriage, കല്യാണത്തിന് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ചില നാളുകളിൽ if I want to tell her something about her mother or her father, ആ ഭാര്യയുടെ മാതാവിനെ കുറിച്ച് പിതാവിനെ കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ I have to think twice how she is going to take it. How can I communicate? എനിക്ക് രണ്ടു പ്രാവശ്യം ചിന്തിക്കണം എങ്ങനെയാണ് ഞാൻ അത് പറയേണ്ടത്, ഏത് വിധത്തിൽ അത് പ്രകടിപ്പിക്കണമെന്നൊക്കെ. Or if she wants to tell something about my people, no, she has to think twice. എന്റെ ബന്ധത്തിലുള്ളവരെ കുറിച്ച് ഭാര്യയ്ക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ആ ഭാര്യ 2-3 പ്രാവശ്യം ചിന്തിച്ച് അതിനുശേഷം മാത്രമേ അത് പറയുകയുള്ളൂ. Because of these many things that we want to communicate, we are not able to communicate, not knowing how the other person is going to respond. ആ നിലയിലുള്ള പരിധി ഉള്ളതുകൊണ്ട് നമുക്ക് ശരിക്കും ആശയവിനിമയം ചെയ്യേണ്ട അനേക കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ആ സമയത്ത് പറയാൻ കഴിയാതെ വരും. But as we grow together, get to know one another, we get an access without any restriction. I can tell anything that is coming on my mind. നാം പരസ്പരം പിന്നീട് തുടർന്ന് വരുന്ന ആളുകളിൽ പരസ്പരം അറിയുകയും ആ നിലയിലുള്ള ഒരു ആക്സസ് നമുക്ക് ഉണ്ടാകുന്നത് മുഖാന്തരം ആ തടസ്സമില്ലാത്ത വിധത്തിൽ ആശയവിനിമയം നടത്തുവാൻ നമുക്ക് കഴിയും. So in family communication, we should always think, no, there should not be a barrier for my spouse to tell anything on her mind or his mind that needs to be communicated. ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം എന്തെങ്കിലും ആശയവിനിമയം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് യാതൊരു തടസ്സവുമില്ലാതെ എന്തും ഏത് ആശയവിനിമയം നടത്തുവാനുള്ള അവസരം ഉണ്ടായിരിക്കണം. Next we see an unconditional listening ear. അടുത്തതായിട്ട് നാം കാണുന്നത് ഉപാധികളില്ലാതെ ശ്രദ്ധിക്കുന്ന ചെവികൾ. Always listening. എപ്പോഴും അത് ശ്രദ്ധിക്കുക. She keeps telling always something. I don't know what she's telling. അവള് എപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുക, എനിക്കറിയത്തില്ല എന്തോ പറഞ്ഞത്. Or he keeps telling always something. I'm not interested in that. അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്കതിൽ വലിയ താല്പര്യമൊന്നുമില്ല. We should always have a listening ear to what the other partner is trying to communicate. നമ്മുടെ ജീവിത പങ്കാളി പറയുന്ന ആ കാര്യങ്ങളെ ശ്രദ്ധിക്കുവാനുള്ള മനസ്സ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. That is very, very essential in communication. അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആശയവിനിമയത്തോടുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന ഒരു കാര്യമാണ്. And next we see a right attitude from both people, both parties. അടുത്തതായിട്ട് നാം കാണുന്നത് ഇരുഭാഗത്തു നിന്നുള്ള ശരിയായ ഒരു നിലപാട്. If the attitude is not right, the communication will not take place properly. നമ്മുടെ മനസ്ഥിതി ശരിയല്ലെന്നുണ്ടെങ്കിൽ ഈ ആശയവിനിമയം വേണ്ട വിധത്തിൽ നടക്കുകയില്ല. The wrong attitude is the number one barrier for the effective communication in Christian families. തെറ്റായ മാനസിക നിലപാടാണ് ഈ ആശയവിനിമയത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന വേലിയായിട്ട് പലപ്പോഴും ക്രിസ്തീയ കുടുംബത്തിൽ നിൽക്കുന്നത്. So the right attitude. അത് ശരിയായ മനസ്ഥിതിയും നിലപാടും. And finally the appropriate place and time. അടുത്തത് അവസാനമായിട്ട് അതിനുവേണ്ടി അനുയോജ്യമായ സ്ഥലവും സമയവും. It is true that the husband and wife can communicate, anytime, anything, but then we need to be very careful about the surrounding. ഭാര്യ ഭർത്താക്കന്മാർക്ക് എന്ത് കാര്യങ്ങളും ഏത് സമയത്തും എങ്ങനെയും പറയാമെന്നുള്ള സത്യമാണ്. എന്നാൽ അതിന് അനുയോജ്യമായ ഒരു സാഹചര്യം ഉണ്ടാകുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നു. There are certain things we will not be able to share when the children are around. കുട്ടികളുള്ള സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ കഴിയുകയില്ല. There are certain things that you cannot communicate when
in a public place. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ചില കാര്യങ്ങളോട് ബന്ധത്തിൽ നമുക്ക് ആശയവിനിമയം ചെയ്യുവാൻ കഴിയുകയില്ല. So you need to be very much aware of the time and the place and the environment when you want to communicate. നാം ആശയവിനിമയം നടത്തുന്നതിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ സമയവും സ്ഥലവും അതിന് ചുറ്റുപാടിനെ കുറിച്ചൊക്കെ നാം ബോധമുള്ളവരായിരിക്കണം. With that background, let me come to some biblical principles for communication. ആ പശ്ചാത്തലം ഒരുക്കിക്കൊണ്ട് ഇനിയും ആ വേദപുസ്തകത്തിൽ നിന്നുള്ള ചില തത്വങ്ങളെ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാം. When we think of the biblical principles, the first principle is the Lord is a silent listener to all communication. നാം തിരുവചന പ്രകാരമുള്ള ആ തത്വങ്ങൾ വെച്ചിട്ട് നാം നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് നാം മനസ്സിലാക്കുന്നത് നമ്മുടെ എല്ലാ ആശയവിനിമയത്തിലും ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട്. Whatever you tell your husband, whatever you tell your wife, ഭർത്താവ് ഭാര്യയോട് പറയുന്നതും ഭാര്യ ഭർത്താവിനോട് പറയുന്നതും, even if no one else is listening, മറ്റാരും ശ്രദ്ധിക്കുന്നില്ലെങ്കിലും the Lord is a listener. കർത്താവ് അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. Because it is a Christian family. കാരണം അതൊരു ക്രിസ്തീയ കുടുംബമായതുകൊണ്ട്. You are united in His name. ആ ദൈവത്തിന്റെ പേരിലാണ് നാം ആയിരിക്കുന്നത്. And the presence of the Lord is there. ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ അവിടെയുണ്ട്. And secondly, രണ്ടാമതായിട്ട്, a Godward communication is essential before the spouseward communication. നമ്മുടെ ജീവിത പങ്കാളിയോട് ആശയവിനിമയം നടത്തുന്നതിന് മുമ്പ് ദൈവമായിട്ടുള്ള ഒരു ആശയവിനിമയം നടത്തിയിരിക്കേണ്ടത് ആവശ്യമാണ്. This morning we were listening. Now, when God created Adam, before he saw Eve, he saw God. ഇന്ന് രാവിലെ നാം കേട്ടു, ആദമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ആദം ആദ്യം ഹവ്വയെ കാണുന്നതിന് മുമ്പ് ദൈവത്തെയാണ് കണ്ടത്. Similarly, Eve too. ഹവ്വയോടുള്ള ബന്ധത്തിലും അങ്ങനെ തന്നെയായിരുന്നു. So if our communication to God or the Godward communication is fine, there won't be any problem for the spouseward communication. ദൈവമായിട്ടുള്ള ആ ആശയവിനിമയം ശരിയാണെന്നുണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആശയവിനിമയം ശരിയായിട്ട് തന്നെ നടക്കും. Next we see, അടുത്തതായിട്ട് നാം കാണുന്നത്, in case of breakdown, the offended take the initiative to restore the communication. പ്രതിസന്ധിയൊക്കെ ഉള്ള ആ സമയത്ത് മാനസികമായിട്ട് മുറിവേറ്റ വ്യക്തിയാണ് ആ ആശയവിനിമയം പുനഃസ്ഥാപിക്കാൻ ശ്രദ്ധ ചെലുത്തേണ്ടത്. This may sound strange. ഇത് ഒരു പക്ഷേ വളരെ അപരിചിതമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നും. But the biblical principle is that. എന്നാൽ തിരുവചന തത്വം അങ്ങനെയാണ്. Matthew chapter 5 verse 23-24. മത്തായിയുടെ സുവിശേഷം 5:23-24. When you come to the altar, നാം യാഗപീഠത്തിന് മുന്നിലേക്ക് കടന്നു വരുമ്പോൾ, and you remember your brother has something against you. നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും എതിരുണ്ടെന്ന് നിനക്ക് മനസ്സിൽ ഓർമ്മ വന്നാൽ, not that you have anything against him. നിനക്ക് എന്തെങ്കിലും സഹോദരനോട് ഉണ്ടെങ്കിലല്ല, he has something against. സഹോദരന് നിന്നോടെതിരായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് ബോധം വന്നാൽ, so he is the offended. ആ സഹോദരന് അവനാണ് ആ മാനസികമായിട്ട് പ്രശ്നമുള്ളത്. You have no problem. നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. So you got to, even though you have not done any mistake, ആ സഹോദരനുള്ള ബന്ധത്തിൽ നിങ്ങൾ ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും, but he has something against you. ആ സഹോദരന് നിങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, even if you are righteous, നിങ്ങൾ നീതിമാനാണെങ്കിലും you go to him. നീ അവന്റെ അരികിലേക്ക് പോകണം. Many a time we think the other way. പലപ്പോഴും നാം ചിന്തിക്കുന്നത് അതിനെതിരായിട്ടുള്ള വഴിയിലാണ്. He hurt me, he should apologize. ആ സഹോദരൻ എന്നെ വേദനിപ്പിച്ചു, അതുകൊണ്ട് ആ സഹോദരൻ എന്നോട് ക്ഷമ ചോദിക്കണം. Or she stopped communication, let she begin. അവൾ എന്നോടുള്ള ആശയവിനിമയം നിർത്തി, അതുകൊണ്ട് അവൾ തുടങ്ങട്ടെ. No, they are not in a right mental state at that time. ആ പറയുന്ന ആ സമയത്ത് മനസ്സിന്റെ ശരിയായിട്ടുള്ള നിലയിലായിരുന്നില്ല അവർ. When he or she gets mentally upset and stops communication, you can't expect them to behave normally. അവളോ അങ്ങനെ ഒരു പ്രത്യേക മാനസിക സ്ഥിതിയിൽ ആ ആശയവിനിമയം നിർത്തുകയാണെന്നെങ്കിൽ നമുക്കൊരിക്കലും അവർ തന്നെ അത് വീണ്ടും പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിക്കാൻ പറ്റുകയില്ല. Maybe you are offended, he is the or she is the offender. ഒരുപക്ഷെ മാനസികമായിട്ട് പ്രശ്നം അനുഭവിച്ച ആൾ നാം ആയിരിക്കാം. But you take the initiative to restore the communication. അങ്ങനെയാണെങ്കിൽ നാം തന്നെ ആ ആശയവിനിമയം തുടങ്ങുവാൻ വേണ്ടി നാം താല്പര്യമെടുക്കേണ്ടതുണ്ട്. Next we see both share the responsibility of the consequences of the communication. ഈ ആശയവിനിമയം നടത്തുന്നതിന്റെ അനന്തരഫലം രണ്ടുപേരും ഒരുപോലെ പങ്കുവെക്കേണ്ടതാണ്. This is an inseparable relationship. അത് നമുക്ക് ഒരിക്കലും വേർപിരിക്കാൻ മേലാത്ത ഒരു ബന്ധമാണ്. They are one flesh. That's what the Bible says. അവർ ഒരു ദേഹമാണ്, ഒന്നാണ്. So when we think about the family, നാം കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, if we think about a simple mathematics, 1 + 1 / 2, നാം കണക്ക് നോക്കുകയാണെങ്കിൽ ഒന്നും കൂട്ടിയാൽ 2 എന്ന് കാണാം. divide by 2, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ you arrive at 1. വീണ്ടും നാം 1ലേക്ക് വരും. That's the principle of
the husband-wife relationship. അതാണ് ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ അടിസ്ഥാന തത്വം. The ultimate product is one. ഈ ആത്യന്തിക ഫലം എന്ന് പറയുന്നത് ഒന്നാണ്. Now this 1 plus 1, ഈ ഒന്ന് അധികം ഒന്ന്, it may be half plus 1.5. അത് ഒരുപക്ഷെ അരയും ഒന്നരയും ചേർന്നതായിരിക്കാം. Or it may be 3/4 and 1/4. അല്ലെങ്കിൽ മുക്കാലും ഒന്നേകാലും ചേർന്നതായിരിക്കാം. So you may give 1.5 marks to one spouse and the other may have only half. കുടുംബത്തിൽ ഒരാൾക്ക് ഒന്നരയും മറ്റൊരാൾക്ക് അരയും ഭാഗം കൊടുക്കാം നമുക്ക്. But when that is shared by two, എന്നാൽ അവർ തമ്മിൽ ഇരുവരും പങ്കുവെക്കുമ്പോൾ the product is one. അതിന്റെ ഫലം എന്ന് പറയുന്നത് ഒന്നാണ്. For the world outside, it is one family. വെളിയിൽ നിന്നുള്ള ലോകത്തിന് ഇത് ഒരു കുടുംബമാണ്. So you cannot, when there is a breakdown, there is a problem in the family. കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ No, the wife cannot say, no, it is all because of him. No, he did the mistake. I don't know anything. ഭാര്യയ്ക്ക് ഒരിക്കലും ഭർത്താവിനെ അങ്ങനെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം നിങ്ങൾ ആ ഭർത്താവ് ചെയ്തുകൊണ്ടാണ്, ആ തെറ്റുകൊണ്ടാണ് ഇതൊക്കെ പറ്റിയതെന്ന്. Neither he can say, it is all because of her. She did the mistake. She did said the wrong thing. ഭർത്താവിന് ഒരിക്കലും ആ ഭാര്യയുടെ മേൽ മുഴുവൻ കുറ്റവും ചാരുവാൻ അവകാശമില്ല. Both the parties equally share the consequences of the communication. ആ ഉത്തരവാദിത്വം രണ്ടുപേരിലും ഒരുപോലെ ഉൾക്കൊണ്ടിരിക്കുകയാണ്. Next we understand, അടുത്തായിട്ട് നാം കാണുന്നത്, your spouse is not only a partner but also a brother or sister in ഈ Christ. ഭാര്യ ഭർത്താവോ ഒരു ജീവിത പങ്കാളി മാത്രമല്ല, ക്രിസ്തുവിൽ സഹോദരിയോ അല്ലെങ്കിൽ സഹോദരനോ ആണ്. Always remember this. അതെപ്പോഴും നാം ഓർത്തിരിക്കണം. We are talking about the Christian families. നാം ക്രിസ്തീയ കുടുംബത്തെ കുറിച്ചാണ് The സംസാരിക്കുന്നത്. fundamental principle is a believer marries only a believer. അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ മാത്രമേ വിവാഹം So കഴിക്കുകയുള്ളൂ. you are marrying a brother or sister in Christ. നിങ്ങൾ കല്യാണം കഴിക്കുന്നത് ക്രിസ്തുവിൽ ഒരു സഹോദരിയാണ്. So just because you married that person, he or she does not cease to enjoy the privilege of being treated as a brother or sister in Christ. അങ്ങനെ നിങ്ങൾ വിവാഹം കഴിച്ചതുകൊണ്ട് മാത്രം ആ ക്രിസ്തുവിലുള്ള സഹോദരൻ എന്നുള്ള ആ പ്രിവിലേജ് അവർക്ക് നഷ്ടപ്പെടുന്നില്ല. She may be my wife. ആ സഹോദരി ഒരുപക്ഷെ എന്റെ ഭാര്യയായിരിക്കാം. I may be her husband. ഞാൻ അവളുടെ ഭർത്താവായിരിക്കാം. But it does not mean that she is not my sister in Christ. അതിന്റെ അർത്ഥം ആ സഹോദരി അല്ലെങ്കിൽ ആ സഹോദരൻ ആ ക്രിസ്തുവിൽ സഹോദരി അല്ലെന്ന് വരുന്നില്ല. So he or she is always eligible to get all the respect as another brother or sister in Christ is able to get from you. ആ ഭാര്യയോ ഭർത്താവോ ക്രിസ്തുവിലുള്ള ഒരു സഹോദരനോ എന്നുള്ള നിലയിലുള്ള എല്ലാ ബഹുമാനത്തിനും യോഗ്യരാണ്. So please always remember, ഈ കാര്യം എപ്പോഴും ഓർത്തിരിക്കുക. when you flare up with your wife, when you really are angry with your husband, നിങ്ങൾ ഭാര്യ ഭർത്താക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ വാശി പിടിച്ചിരിക്കുമ്പോൾ, you are not just offending your husband or wife, you are offending a brother or sister in Christ. നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ മാത്രം നിങ്ങൾ വേദനിപ്പിക്കുകയല്ല, ക്രിസ്തുവിൽ സഹോദരനെ നിങ്ങൾ വേദനിപ്പിക്കുകയാണ്. And we should never forget that. ആ കാര്യം നാം ഒരിക്കലും മറന്നു പോകുവാൻ പാടില്ല. So the spouse is not only a partner but also a brother and sister in Christ. ഈ ഭാര്യ ഭർത്താവോ ഒരു ജീവിത പങ്കാളി മാത്രമല്ല, ക്രിസ്തുവിൽ സഹോദരനോ അല്ലെങ്കിൽ സഹോദരിയോ ആണ്. And finally, അവസാനമായിട്ട് all communications must result in glorifying God. എല്ലാ ആശയവിനിമയം ദൈവനാമ മഹത്വത്തിന് കൂടി വ്യാപരിക്കുന്നതായിരിക്കണം. You need to be always careful about that. ആ കാര്യം നാം എപ്പോഴും ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടതുണ്ട്. Whatever I am trying to tell him or tell her, ഭാര്യയോടോ ഭർത്താവിനോടോ നാം പറയുന്ന ആ കാര്യങ്ങൾ ultimately it should all end up in glorifying അത് God. ആത്യന്തികമായിട്ട് അത് ദൈവനാമ മഹത്വത്തിനായിട്ട് വഴിതിരിയേണ്ടതുണ്ട്. There should not be a communication in my family between the spouses where God's name is put to shame. ആ ദൈവനാമ മഹത്വത്തിന് വരാത്ത ഒരു നിലയിൽ നമ്മുടെ കുടുംബത്തിൽ ഒരു ആശയവിനിമയം ഉണ്ടാകുവാൻ പാടില്ല. I just like to share a few examples from the scriptures. തിരുവചനത്തിൽ നിന്നും ചില ഉദാഹരണങ്ങൾ മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Now, one is Adam-Eve communication, Genesis chapter 3 and verse 6. ഒന്നാമതായിട്ട് ഉൽപ്പത്തി പുസ്തകം 3:6 കാണുന്ന ആദമും ഹവ്വയും തമ്മിലുള്ള ആശയവിനിമയമാണ്. Now, Eve comes and talks to Adam. ഹവ്വ വന്നിട്ട് ആദമിനോട് സംസാരിക്കുന്നു. Now, regarding the forbidden fruit, ആ വിലക്കപ്പെട്ട കനിയോടുള്ള ബന്ധത്തിൽ he takes it and eats it. ആദം ആ ഫലം എടുത്ത് കഴിക്കുന്നു. Now, she really loved him.
ആ വാസ്തവത്തിൽ ഹവ്വ ആദമിനെ വളരെ He സ്നേഹിച്ചിരുന്നു. loved her, that's why he took it from her. അതേപോലെ തന്നെ തിരിച്ചുമായിരുന്നു. അതുകൊണ്ടാണ് ആ പഴം അവളിൽ നിന്ന് വാങ്ങിച്ചത്. But then it brought a lasting consequence on the family. അത് അതിന്റെ പരിണിത ഫലമായിട്ട് ഒരു വളരെയധികം പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. There was an effective communication. അവർ തമ്മിൽ ഒരു ഉത്തമമായ ആശയവിനിമയം നടന്നു. But their communication was against God's plan. എന്നാൽ അവരുടെ ആശയവിനിമയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പദ്ധതിക്ക് എതിരായിട്ടുള്ളതായിരുന്നു. So God has given his word to us. ദൈവം നമുക്ക് ദൈവത്തിന്റെ വചനം നൽകിയിട്ടുണ്ട്. Even if the husband and wife agree together, you cannot violate the scriptural principles. ഭാര്യയും ഭർത്താവും തമ്മിൽ യോജിച്ചെങ്കിൽ പോലും ദൈവവചനത്തിൽ നിന്നും നാം മാറിപ്പോകാൻ നമുക്ക് അനുവാദമില്ല. The second example is Rebecca. രണ്ടാമത്തെ ഉദാഹരണം റിബേക്കയാണ്. Genesis 27 and verse 6. പുസ്തകം 27:6. She overheard her husband. റിബേക്ക തന്റെ ഭർത്താവ് പറയുന്നത് ഒളിച്ചു കേട്ടു. And she is coming and telling her son, I overheard your father telling your brother. പിതാവ് തന്റെ സഹോദരനോട് പറയുന്ന കാര്യം ഞാൻ ഒളിഞ്ഞു കേട്ടു എന്ന് ആ മകനോ യാക്കോബിനോട് വന്ന് പറയുന്നു. This is a very pathetic situation. അത് വളരെ ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. When a husband or wife will have to hide and overhear what the other spouse is talking. ആ ഭാര്യ ഭർത്താക്കന്മാർ സംസാരിക്കുന്നത് ഭാര്യയ്ക്കോ ഭർത്താവിനോ ഒളിഞ്ഞു നിന്ന് കേൾക്കേണ്ട ആവശ്യമുണ്ടോ? And then communicating it to someone else without the other person's knowledge. അത് മറ്റവർ അറിയാതെ തന്നെ അത് മറ്റൊരാളിലേക്ക് ആ കാര്യങ്ങളെ പകർന്നു കൊടുക്കുന്നു. She did it with a very good intention. അത് വളരെ നല്ല ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തത്. Helping her son. തന്റെ മകനെ സഹായിക്കുന്നതിന് വേണ്ടി. But that was the reason why her son suffered all through the life. അതുകൊണ്ടാണ് ആ ജീവിതകാലം മുഴുവൻ തന്റെ ആ മകൻ വേദന അനുഭവിക്കേണ്ടി വന്നത്. The third example is David's wife Michal. അതിന്റെ മൂന്നാമത്തെ ഉദാഹരണം എന്ന് പറയുന്നത് ദാവീദിന്റെ ഭാര്യയായ മീഖളാണ്. Now she was telling David when he was coming very joyously into the house after blessing the people. ജനത്തെ അനുഗ്രഹിച്ചതിന് ശേഷം സന്തോഷത്തോടെ ഭവനത്തിലേക്ക് വരുമ്പോൾ ഈ മീഖൾ അവൻ ദാവീദിനോട് പറയുന്നു, How did I see the king dancing with the slave girls? സ്ത്രീകളുടെ കൂടെ അടിമ സ്ത്രീകളുടെ കൂടെ ഈ രാജാവ് നൃത്തം ചെയ്യുന്നത് ഞാൻ എങ്ങനെ കാണുവാൻ കഴിയും എനിക്ക്? Why did she say that? എന്തുകൊണ്ടാണ് അവൾ അത് പറഞ്ഞത്? My husband, his dignity should be kept up. എന്റെ ഭർത്താവ് ആ ഭർത്താവിന്റെ അഭിമാനത്തെ പാലിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. He should not be identified with the slave girls. ആ അടിമ സ്ത്രീകളുടെ കൂട്ടത്തിൽ എന്റെ ഭർത്താവ് എണ്ണപ്പെടുവാൻ പാടില്ല. It is a good intention. ആ ഉദ്ദേശം നല്ലതായിരുന്നു. But then that attracted the wrath of God over her. എന്നാൽ ആ പ്രവൃത്തി ദൈവത്തിന്റെ കോപം ഉണ്ടാകുവാൻ ഇടയാക്കി. Because that was not in God's plan. കാരണം ദൈവത്തിന്റെ പദ്ധതി അതായിരുന്നില്ല. The next example is Ananias and Sapphira. അടുത്ത ഉദാഹരണമായിട്ട് അനന്യാസിനെയും സഫീറയെയും നമുക്ക് കാണുവാൻ കഴിയും. They plotted something. അവര് ഒരു പദ്ധതി ഉണ്ടാക്കി. And we see both of them died. അവര് രണ്ടുപേരും മരിച്ചതായിട്ട് നാം കാണുന്നു. There's a good communication between them. അവർ തമ്മിൽ നല്ല നിലയിലുള്ള ഒരു ആശയവിനിമയം നടന്നു. They planned something together. അവർ ഒരുമിച്ച് ചില പദ്ധതികളൊക്കെ ഉണ്ടാക്കി. But that was to cheat God. എന്നാൽ അത് ദൈവത്തെ കളിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. So all this example shows us, even though the husband and wife communicate, if it is outside God's plan, that will only bring destruction. ഈ ഉദാഹരണങ്ങളൊക്കെ നമ്മളെ കാണിക്കുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുമിച്ച് ചേർന്ന് വേണ്ട വിധത്തിൽ ആശയവിനിമയം ചെയ്തിട്ട് തീരുമാനങ്ങൾ ഒരുമിച്ച് എടുത്താൽ തന്നെയും അത് ദൈവഹിതത്തിന്റെ അല്ലെ ദൈവവചനത്തിന്റെ പരിധിക്ക് അപ്പുറമാണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും അനുഗ്രഹമായിട്ട് മാറുകയില്ല. So let all our communications be in such a way that it will be approved by God. അതുകൊണ്ട് നമ്മുടെ എല്ലാ ആശയവിനിമയങ്ങളും ദൈവത്താൽ സ്വീകരിക്കപ്പെട്ട ദൈവഹിതപ്രകാരമുള്ളതായിരിക്കേണ്ടതുണ്ട്. Not that she is my wife, he is my husband, I can tell anything I want. അവൾ എന്റെ ഭാര്യ അവൻ എന്റെ ഭർത്താവ് അതുകൊണ്ട് എനിക്ക് എന്ത് വേണമെങ്കിലും പറയാമെന്നുള്ള ഉദ്ദേശം പാടില്ല. The Bible clearly says man is accountable for every word that comes out of his mouth. തന്റെ വായിൽ നിന്ന് വരുന്ന എല്ലാ വാക്കും അതിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് മനുഷ്യനെ കുറിച്ച് ദൈവം പറയുന്നുണ്ട്. Matthew 12:36 says that. മത്തായിയുടെ സുവിശേഷം അത് നാം വായിക്കുന്നുണ്ട്. We see a good example of Aquila and Priscilla. അക്വിലായും പ്രിസ്കില്ലയെ കുറിച്ചുള്ള ഒരു നല്ല ഉദാഹരണം നമുക്ക് കാണുവാൻ കഴിയും. We read their name together on many occasions. അനേക സ്ഥാനങ്ങളിൽ ഇവരുടെ പേര് ഒരുമിച്ച് നമുക്ക് കാണുവാൻ കഴിയും. They had an effective communication which helped the ministry a lot. ദൈവവേലയ്ക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിലുള്ള ഒരു നല്ല ആശയവിനിമയം അവർ തമ്മിൽ നടന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. Let our communication be always helping the ministry, the work of the Lord. ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന നിലയിലായിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ആശയവിനിമയം. Yes, God has created us in such a way
that we can communicate to one another. നമുക്ക് പരസ്പരം ആശയവിനിമയം നടത്താവുന്ന നിലയിലാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. Let nothing prevent or cut off the communication between the husband and wife. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ആശയവിനിമയത്തിന് യാതൊന്നും തടുക്കാതിരിക്കാൻ, തടസ്സപ്പെടുത്താതിരിക്കാൻ ഇടയാകട്ടെ. Sometimes our jobs may take us so much away that we have no time to communicate with one another. ഒരുപക്ഷെ നമ്മുടെ ജോലി, ആ നിലയിലുള്ള കാര്യങ്ങളൊക്കെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ആശയവിനിമയം നടത്തുന്നതിനുള്ള തടസ്സമായിട്ട് മാറിയേക്കാം. But make sure that you always get some time to sit together, to talk with one another, exchange your feelings, share your burdens. എന്നാൽ ഒരു കാര്യം ഉറപ്പാക്കണം, ഈ സാഹചര്യമൊക്കെ ആണെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചിരുന്ന് സമയം ചെലവഴിക്കാനും വികാരങ്ങളെ പങ്കുവെക്കുവാനുമുള്ള ഒരു അവസരം കണ്ടെത്തേണ്ടത് ആവശ്യമുണ്ട്. There is a possibility, take a vacation, take a holiday, go somewhere, be all alone and exchange a lot of things. അതിനുള്ള സാഹചര്യം ഉണ്ട്. അവധി എടുത്തിട്ട് എവിടെയെങ്കിലും പോയി ഒരുമിച്ച് സമയം ചെലവഴിക്കുക, ധാരാളമായിട്ട് പരസ്പരം ആശയവിനിമയം ചെയ്യുക. We are created in such a way that we can communicate. നമുക്ക് പരസ്പരം ആശയവിനിമയം ചെയ്യുവാൻ കഴിവുള്ള നിലയിലാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. Colossians chapter 4 and verse 6 says, കൊലോസ്യ ലേഖനം 4:6 പറയുന്നത്, let your speech always be with grace. നമ്മുടെ Seasoned with salt. നമ്മുടെ വാക്കുകള് ഉപ്പുകൊണ്ട് രസം വരുത്തിയതായിരിക്കട്ടെ. So always let us be careful. നാം എപ്പോഴും ആ കാര്യത്തിൽ ശ്രദ്ധാലുക്കളായിരിക്കുക. When time is up, let me conclude here. നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഞാൻ ഇവിടെ ഇങ്ങനെ അവസാനിപ്പിക്കട്ടെ. God has brought the family together. ദൈവമാണ് കുടുംബത്തെ ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. And whatever we do is to sustain the family, that the family might grow together. നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും കുടുംബത്തെ നിലനിർത്തുകയും അത് കുടുംബം ഒന്ന് ചേർന്ന് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന നിലയിലായിരിക്കണം. But if we fail in our communication with one another, നാം പരസ്പരമുള്ള ആശയവിനിമയത്തിൽ നാം പരാജയപ്പെടുകയാണെങ്കിൽ the basic purpose is defeated. അതിന്റെ അടിസ്ഥാന ഉദ്ദേശം തന്നെ തകർന്നു പോവുകയാണ്. So let us continue to talk to one another. നാം പരസ്പരം സംസാരിക്കുവാൻ, ആശയവിനിമയം നടത്തുവാൻ ഇടയാകട്ടെ. Talk in the right way. ശരിയായ നിലയിൽ നാം ആശയവിനിമയം നടത്തുക. Even if there is some misunderstanding, എന്തെങ്കിലും ചില പ്രശ്നങ്ങൾ, മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ തന്നെയും, let not the sun go down in your wrath. അത് പരിഹരിക്കുന്നതിന് മുമ്പ് ആ സൂര്യൻ അസ്തമിക്കാതിരിക്കട്ടെ. That means before the sun goes down, settle the problem. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ആ പ്രശ്നങ്ങളെ ഒക്കെ പരിഹരിക്കുക. Let there be an effective communication. ആ നല്ല ഉത്തമമായിട്ടുള്ള ഒരു ആശയവിനിമയം ആ നിലയിൽ ഉണ്ടാകട്ടെ. That helps us to be good witnesses for the Lord. ആ പ്രവൃത്തി ദൈവത്തിന് വേണ്ടിയുള്ള നല്ല സാക്ഷികളായി തീരുവാൻ നമ്മെ. And when there is an effective communication, we will be able to witness for Christ or stand as a witness for the Christ Church relationship. കുടുംബത്തിൽ ഒരു ഉത്തമമായ ആശയവിനിമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിന് വേണ്ടി നല്ല സാക്ഷികളായിട്ട് ദൈവനാമ മഹത്വത്തിനായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. May His name be glorified. ദൈവനാമ